உனை தென்றல் தீண்டவும் விடமாட்டேன், அந்த திங்கள் தீண்டவும் விடமாட்டேன். உனை வேறு கைகளில் தரமாட்டேன், நான் தரமாட்டேன், நான் தரமாட்டேன். ரோஜா ரோஜா ரோஜா. ഹലോ ആർമീസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. ESPയുടെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ശരി, നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് പോകാം. നീ ഈ കുട്ടിയാണോ ഒന്ന് ബസ് വെച്ച് കണ്ടേ? അവളിപ്പോൾ തിരിഞ്ഞു നോക്കും. അവളിപ്പോൾ തിരിഞ്ഞു നോക്കുമെന്ന്. നോക്കൂ 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 നോക്കൂ. നോക്കിയിരിക്കത്തേ ഉള്ളൂ, ഉണ്ടായില്ലടാ. നോക്കൂ നോക്കൂ, പ്ലീസ് 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 പ്ലീസ്. യെസ്. മതി, എനിക്കിത് മതി. ഇനി വേറെ ഒന്നിനും എനിക്ക് നോക്കേ വേണ്ട. എനിക്ക് ഈ ടീച്ചർ കുട്ടീനെ മതി. പക്ഷെ അതിനങ്ങനെ തോന്നണ്ടേ? എടാ, ഇവിടെ നിന്ന് നീ എനിക്ക് ഇതിനെ മതി, എനിക്ക് ഇതിനെ മതി എന്ന് പറഞ്ഞാൽ അതിന് തിരിച്ച് തോന്നണ്ടേന്നു. നിനക്ക് ആ കുട്ടിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? ഇല്ല. ആ കുട്ടി കമ്മിറ്റഡ് ആണോ, മാരീഡ് ആണോ, അങ്ങനെ എന്തേലും? അതൊന്നും അറിയില്ല. പക്ഷെ സാരല്ല, ഞാനത് കണ്ടുപിടിക്കും. എങ്ങനെ? എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. എന്ത് ഐഡിയ? ഞാൻ പറയാം. ഇതെന്തിനോ ഉള്ള പുറപ്പാടാണ്. ആ കടയിലെ ചെക്കനെ ടീച്ചർക്ക് നേരത്തെ അറിയാവോ? പരിചയമുണ്ട്. എവിടെ വെച്ച്? ഞങ്ങൾ യാദൃച്ഛികമായിട്ട് ബസ്സിൽ വെച്ച് പരിചയപ്പെട്ടതാ. പിന്നെ ആ പുള്ളിയുടെ സിസ്റ്ററിൻ്റെ മോള് എൻ്റെ സ്റ്റുഡൻറ്റാ, അങ്ങനെയും പരിചയമുണ്ട്. ഓ, എന്താ ചോദിച്ചേ? ഇല്ല, കണ്ടിട്ട് ആ ചെക്കന് ഇച്ചിരി ഇളക്കമുള്ളത് പോലെ. ഇളക്കോ? അവൻ എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അവൻ എന്തോ പറയാതെ പറയുന്നുണ്ട്. ആ ചെക്കന് നിന്റെ മേലൊരു കണ്ണുണ്ട്. അതവൾക്ക് നേരത്തെ മനസ്സിലായതാണ്. കാരണം ഒരു പെൺകുട്ടിക്ക് ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കാനുള്ള ഘ്രാണശക്തി അവളുടെ ഡിഫോൾട്ട് സെറ്റിങ്സ് തന്നെ ഉള്ളതാണല്ലോ. അവൻ്റെ നോട്ടത്തിലും സംസാരത്തിലും ചിരിയിലൊക്കെ ഉള്ളൊരു ഭാവവ്യത്യാസം അവൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. എന്നാലും അവൾ ചേച്ചിയുടെ മുമ്പിൽ ഒന്നും അറിയാത്തതുപോലെ ഭാവിച്ചു. ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞേ? എനിക്കങ്ങനെ തോന്നി. ഒന്നുമില്ലല്ലോ, ഞാൻ നിങ്ങളെക്കാളൊരു 10-16 ഓണം കൂടുതലുണ്ടോളല്ലേ. കണ്ടിട്ടതൊരു പാവണം തോന്നി. എല്ലാവരും കാഴ്ചയിൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാകാറ്. അടുത്ത് കഴിയുമ്പോഴല്ലേ തന്നെ സ്വഭാവം പുറത്തു വരുന്നേ. അതും ശരിയാ. ഒറ്റ മനുഷ്യരെ ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിക്കാൻ പറ്റില്ല ചേച്ചി, പ്രത്യേകിച്ച് ആണുങ്ങളെ. ഈ ആണെന്നുള്ള വർഗത്തിനെ എനിക്കിപ്പോൾ പേടിയാ. അതുകൊണ്ടാണോ ഇനിയൊരു കല്യാണം വേണ്ടെന്ന് വെച്ചത്? ഇതാ നോക്കുമോളെ, നീ എനിക്ക് എൻ്റെ മൂത്ത മോളെ പോലെയാ. ഇനിയിപ്പോൾ എൻ്റെ മകൾക്കാണ് നിനക്ക് സംഭവിച്ചതുപോലെ സംഭവിച്ചാലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കും. ജീവിതത്തിൽ ഒരു തവണ തെറ്റ് സംഭവിച്ചെന്ന് കരുതി അത് ജീവിതകാലം മുഴുവൻ ആലോചിച്ച് കഴിയേണ്ട കാര്യമൊന്നുമില്ല. എത്ര കാലം എന്ന് വെച്ചാൽ നീ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് കഴിയുന്നേ? അമ്മയുടെ അച്ഛൻ്റെ കാലം വരെ അവർ തുണയുണ്ടാവും. അത് കഴിഞ്ഞു ഈ തടിമുടുക്കും ആരോഗ്യം ഉള്ളത് വരെ ഉള്ളു മോളെ. അത് കഴിഞ്ഞ് ഒന്ന് വീണ് കിടന്നാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ ആൾ വേണ്ടേ? അതുകൊണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഇനിയെങ്കിലും നീ ഒരു പുതിയ ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കണം. നിന്റെ ഭർത്താവ് വിളിക്കാറുണ്ടോ? ഇല്ല. നീ അങ്ങോട്ട് വിളിച്ചിട്ടുമില്ല? ശരിയാ, എങ്ങനെ വിളിക്കാൻ തോന്നാൻ അല്ലേ?
ശരി, അയാൾക്ക് നിന്നെ വേണ്ടെങ്കിൽ വേണ്ട, നീയെങ്കിലും മറ്റൊരു ജീവിതം നോക്കും. എല്ലാം അറിഞ്ഞൊരാൾ വന്നാൽ നീ സമ്മതിക്കില്ലേ? അങ്ങനെ എല്ലാം അറിഞ്ഞിട്ട് ഒരാളും വരില്ല ചേച്ചി. ഇപ്പം നോക്കുന്നവരും ചിരിക്കുന്നവരൊക്കെ ഒരാൾ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞൊരു പാട് വസ്തുവാണെന്ന് ഞാനെന്നറിഞ്ഞാൽ നിന്ന നിപ്പം തിരിഞ്ഞു നടക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാകും. അത് ശരിയായിരിക്കാം. അങ്ങനെയെങ്കിൽ നിനക്ക് നിന്നെപ്പോലെ തന്നെ ഒരു രണ്ടാം കെട്ടുകാരനെ ഞാനിങ്ങനെ ജീവിക്കുന്നതിൽ ഹാപ്പിയാണ് ചേച്ചി. ഒരു ഭർത്തൃമതിയായിട്ട് ജീവിച്ചതിനേക്കാൾ ഞാൻ സന്തോഷവതിയാണ് ഇങ്ങനെ ഒരു ഭർത്താവ് ഉപേക്ഷിച്ചവളായി ജീവിക്കുമ്പോൾ. ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോട്ടെ ചേച്ചി, അതോ എനിക്കിങ്ങനെ ജീവിക്കാനുള്ള റൈറ്റ്സ് ഇല്ലേ? മുമ്പ് അയാളുമായിട്ട് സെപ്പറേറ്റ് ആയതിനു ശേഷം എൻ്റെ കുടുംബക്കാരടക്കം പറഞ്ഞിരുന്ന വാചകം ഉണ്ടായിരുന്നു, കുടിയനാണെങ്കിലും പെണ്ണുകുടിയനാണെങ്കിലും ഒരു ഭർത്താവ് എന്നുള്ളർത്ഥം കൂടെ ഉള്ളതാണ് കല്യാണം കഴിഞ്ഞ പെണ്ണിൻ്റെ മഹിമയെന്ന്. ശരിയാ, അങ്ങനെയുള്ള കുറേ മഹിമ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു ഭർത്താവ് ഇല്ലാത്തതിൻ്റെ പേരിലുള്ള മഹിമക്കുറവും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചത് രണ്ടും ഒരുപോലെയാണ്. അതുകൊണ്ട് ഇനിയൊരു ഭർത്താവിനെ കൂടെ കൂട്ടി അതിൻ്റെ മഹിമ സമ്പാദിക്കേണ്ട ആവശ്യം എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്കിപ്പോൾ സമാധാനമുണ്ട്. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ഒരു നല്ല ജോലിയുണ്ട്, അത് മതി. പിന്നെ ഇതുപോലെ നോക്കുന്നവരും ചിരിക്കുന്നവരും വേറെ ഏതെങ്കിലും പെണ്ണിനെ കണ്ടാൽ അവരെയും നോക്കും, ചിരിക്കും. അതുകൊണ്ട് എനിക്കിതിലൊന്നും ഒരു പുതുമയില്ല. പിന്നെ ഒരൊറ്റ ബുദ്ധിമുട്ടേ ഉള്ളൂ, നമ്മുടെ പ്രിൻസിപ്പൽ സാറിനെ പോലുള്ള ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് സാരമല്ല, എനിക്കത് ശീലമായിക്കോളും. ഇനി എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ആവുവിൻ്റെ മാരേജ്. അത് നല്ല രീതിയിൽ നടക്കണം. എൻ്റെ പേരും പറഞ്ഞു അവൾക്കൊരു നല്ല ജീവിതം കിട്ടാതിരിക്കരുത്. മൂത്തമകൾ വിവാഹം കഴിഞ്ഞിട്ടും ഭർത്താവിനെ ഉപേക്ഷിച്ച് വീട്ടിൽ വന്നു നിന്നാൽ അനുജത്തിക്ക് നല്ലൊരു ആലോചന വരില്ല എന്നുള്ള നാട്ടു നടപ്പും വിശ്വാസമൊക്കെ വെല്ലുവിളിച്ചിട്ടാണ് അച്ഛൻ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ അനുവാദം തന്നത്. ആ വിശ്വാസം ശരിയായിരുന്നു എന്ന് അവർക്കൊരിക്കലും തോന്നാൻ പാടില്ല. ആ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എല്ലാം ശരിയാകും, മോൾ വിഷമിക്കണ്ട. ആഹാ, നീ ഇന്ന് നേരത്തെ കോളേജിൽ നിന്ന് വന്നോ? ഞാൻ നേരത്തെ വന്നതല്ല, ചേച്ചി താമസിച്ചതാ. ഓ ആണല്ലേ. ഇന്നെന്താ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ നമ്മുടെ മറ്റേ ആ ചേച്ചിയുടെ ഒപ്പം ഒരു ഷോപ്പ് വരെ പോയതാ. അമ്മയുടെ പിന്നാമ്പുറത്തുണ്ട്, ആരോടെ കത്തി വെച്ചുകൊണ്ടിരിക്കുക. ആഹാ, ആരാ അത്? പോയി നോക്ക്, കുറേ നേരമായി. ഞാൻ നോക്കാം. അമ്മേ. ആണല്ലേ. ആരോട് പറയാൻ? നമുക്ക് പറയാനല്ലേ പറ്റൂ. ആർക്ക്? ആരുനോ? എൻ്റെ ചേച്ചി ഇനിയും അവൾക്ക് നോക്കാനാണോ പറയുന്നേ? അതിന് അതിയാൻ്റെ കയ്യിലും കാശ് വേണ്ടേ? ഒരു തവണ പൊന്നും പണം ഇട്ട് തന്നെയല്ലേ അവളെ കെട്ടിച്ചേ. അതെല്ലാം കളഞ്ഞിട്ടല്ലേ അവളിപ്പോൾ ഇവിടെ തിരികെ വന്നിരിക്കുന്നേ. ഇനി ഇളയതിനെന്തെങ്കിലും നോക്കണ്ടേ? ഇല്ല ചേച്ചി, ഇനി രണ്ടാമത് നോക്കാനും ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ചേച്ചിക്കറിയാലോ. ഞങ്ങൾ പറഞ്ഞു തളർന്നു. ഇനിയൊക്കെ അവരുടെ ഇഷ്ടം, അത്രേ ഉള്ളൂ. അതിനിപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാണ് വയ്യാത്തത്. പ്രശ്നങ്ങൾ വന്നാൽ നേരിടാൻ അറിയില്ല. ഇപ്പൊ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അതെല്ലാം കയറിലെടുക്കുമല്ലേ. ഇവള് ഒരു തവണ നോക്കിയതില്ലേ? നമ്മുടെ ആദു. അങ്ങനെയല്ലേ അവിടെ അച്ഛൻ ചെന്ന് വിളിച്ചോണ്ട് വന്നേ? അല്ല അതല്ല, ഇപ്പൊ പേടി എന്താണെന്നറിയോ? ഇവളെ കണ്ട് ഇനി അവളും ഇനി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വീട്ടിൽ വന്നിരിക്കുമെന്നാ. തിരിച്ചെന്തായാലും പറയാൻ പറ്റുമോ? എങ്കിൽ ചോദിക്കും ചേച്ചി വന്നിരിക്കുന്നതിന് കുഴപ്പമില്ലേന്ന്. അവള് ചോദിക്കും. അവൾ ആദ്യം 2 ഇരട്ടിയാ. അതന്നെ, എന്തായാലും ആവട്ടെ. ചേച്ചി, ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. അവൾ വരാനുള്ള സമയമായിട്ടും കാണുന്നില്ല. ഇനിയിപ്പോൾ ബസ്സെങ്ങാനും കിട്ടിയില്ല, ഒന്നും അറിയില്ല. കാലം തെറ്റിയ കാലമല്ലേ. ശരി, ഞാൻ വിളിക്കാം. ശരി. എന്താ, അമ്മയെ കണ്ടോ?
ആരോടും അവിടെ കത്തി വയ്ക്കുന്നു. വല്യമ്മയാണെന്ന് തോന്നുന്നു. അവർ വീണ്ടും വിളിച്ചോ? വിളിച്ചു. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അത് കുളിമുറിയിൽ കയറി വാതിലടച്ചു. മണി 9 ഇവനെന്താ കാണാൻ? ഞാൻ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇവ ലേറ്റായിട്ടാണല്ലോ എത്തുന്നത്. എന്തോ കുഴപ്പമുണ്ട്. വരുന്നുണ്ട് വനമാല. ഹായ്, എന്താടാ ഈയിടെയായിട്ട് ഇത്ര ലേറ്റ്? അതൊന്നുമില്ലടാ. ഒന്നുമില്ലാന്ന്. നിന്നോട് വല്ലതും ഉണ്ടോന്നല്ല ഞാൻ ചോദിച്ചത്. നീ എന്താ ലേറ്റാകുന്നേന്നാ. നല്ല പഞ്ചൊഴിട്ടുണ്ടായിരുന്ന ആളാ. ഇപ്പൊ അതൊന്നുമില്ല. എന്തു പറ്റി? അത് ഞാൻ മനസ്സിലായി. ആദ്യം സ്കൂളിൽ പോയി ഒപ്പുവെച്ചിട്ടായിരിക്കുമല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നേ? പോടാ. പിന്നെ അതിപ്പോ ഞാൻ ബസ്സിലാ വരുന്നേ. ബസ്സിലോ? തോറ്റി എന്റെ കാറ് വീണ്ടും കേടായോ? പിന്നെ ചുമ്മാ ഒരു രസോ? അപ്പൊ നീ എല്ലായിടത്തും ഇപ്പൊ ബസ്സിലാണോ പോകുന്നേ? അല്ലല്ല, ഇവിടെ വരുമ്പോ മാത്രം. നിനക്ക് ഇവിടെ മാത്രം രസം മതിയോ? ഇത് അതൊന്നും അല്ലല്ലോ കാര്യം. മറ്റേ പെണ്ണിനെ കാണാനായിരിക്കും. തോന്നി. അപ്പൊ ഇപ്പൊ നീ അവള് ഒരുമിച്ചാണ് വരുന്നത്? അത്രത്തോളൊന്നും ആയിട്ടില്ല. പക്ഷേ അവളെ കാണാനാ ഞാൻ ബസ്സിൽ കയറുന്നേ. എന്നിട്ട് നീ കണ്ടോ? ഇല്ല. തോറ്റി. അതിന് അവള് ഏത് ബസ്സിലാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. അത് തന്നെ കാരണം. അവളുടെ അഡ്രസ്സും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് അവൾ ഏത് ബസ്സിലാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു 8:30 മണിയൊക്കെ ആകുമ്പോഴേ ഞങ്ങൾ അവിടെ കൂടെ പോകുന്ന ഓരോ ബസ്സായിട്ട് ഇപ്പം ഞാൻ കയറി നോക്കുക. ഓരോ ബസ്സായിട്ടോ? എത്ര ദിവസമായിട്ട്? ലാസ്റ്റ് 3-4 ഡേയ്സ്. അപ്പോൾ അതാണ് മോനിപ്പോൾ നിരന്തരം താമസിച്ചു വരുന്നതല്ലേ? എന്നിട്ടപ്പോൾ അവസാനം എന്തായി? ഇതുവരെയും കണ്ടില്ലടാ. അവൾ ഏത് ബസ്സിലാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. എവിടെയാ താമസിക്കുന്നതെന്ന് അറിഞ്ഞാലല്ലേ ബസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തായാലും കൊള്ളാം. അല്ല, നീ അവളെ കാണാൻ വേണ്ടിട്ടല്ലേ ബസ്സിൽ കയറുന്നേ? അതെ. എടാ പൊട്ടക്കണപ്പ, നീ എന്തിനാ ബസ്സിൽ കയറുന്നേ? നേരെ അവളുടെ സ്കൂളിൽ പോയാ പോരെ? സ്കൂളിൽ പോകുന്നതിന് ചേച്ചി ഒരു വിലങ്ങുതടിയാണ്. അല്ലേ തന്നെ സ്കൂളിൽ പോയി ജസ്റ്റ് ഒന്ന് കാണാനല്ലേ പറ്റുള്ളൂ. നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ, സ്കൂളല്ലേ. അപ്പോൾ ബസ്സാകുമ്പോൾ പേഴ്സണലായിട്ട് സംസാരിക്കാമല്ലോ. അപ്പോൾ അതിനു വേണ്ടി 3-4 ദിവസം കൊണ്ട് ഓരോ ബസ് കയറി നോക്കും. പക്ഷെ അവളെ കണ്ടില്ല. അപ്പോൾ അവളെ കാണാൻ വേണ്ടി ബസ്സിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്ത നീ ഇപ്പം കണ്ടിന്യൂസ് ബസ്സിൽ കയറുന്നുണ്ട് അല്ലേ? നീ അത്രയ്ക്ക് സീരിയസ് ആയിരുന്നോടാ? സീരിയസ് ആണോന്നോ? സീരിയസ് അല്ലെങ്കിൽ പിന്നെ ഇമാതിരി പണിക്ക് ഇറങ്ങൂടാ. ശരി, നീ സീരിയസ് ആണെങ്കിൽ ഞാൻ നിനക്കൊരു ഹെൽപ്പ് ചെയ്യാം. എങ്ങനെ? അതൊക്കെ പറയാം, നീ വാ. എവിടെ? അവളന്ന് വന്നത് ഏത് ഡേറ്റാണ് നിനക്ക് ഓർമ്മയുണ്ടോ? എവിടെ? ഈ ഷോപ്പിലാണോ? ഒരു 10-11 ആണെന്ന് തോന്നുന്നു. അപ്പോൾ അന്നത്തെ കസ്റ്റമേഴ്സിൻ്റെ വിസിറ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ പോരെ? അവളുടെ അഡ്രസ്സ് കിട്ടുമല്ലോ. ആണോ? നമ്മളിവിടെ ഇരുന്ന് കസ്റ്റമേഴ്സിൻ്റെ ഫോൺ നമ്പർ കളക്ട് ചെയ്യില്ലേ? അതിനവൾ കൂടെ വന്നതല്ലേ? കൂടെ വരുന്നവരെ നമ്മൾ വാങ്ങിക്കുമല്ലോ. ആണല്ലേ? അപ്പോൾ അവളുടെ കാണും. കാണും, നീ വാ. ഇതാ ഉണ്ടല്ലോ, ആരാധ്യ എസ്, അഡ്രസ് ഹൗസ് നമ്പർ 20, ശാന്തി നിലയം, നിയർ കുന്നത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്രം, പൂവഞ്ചിറ. ഫോൺ നമ്പറും ഉണ്ട്. ഫോൺ നമ്പർ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഒന്ന് വിളിച്ചു നോക്കാടാ. എന്തിന്? അല്ല, അവളുടെ നമ്പറാണെന്ന് അറിയാമല്ലോ. അറിഞ്ഞിട്ട് നീ എന്തിപ്പോൾ വിളിക്കാൻ പോവാണോ? ഇപ്പോഴൊന്നും വിളിക്കത്തില്ല. എന്നാലും അവളുടെ നമ്പറാണെങ്കിൽ ഒന്ന് സേവ് ആക്കി വയ്ക്കാമല്ലോ. അവളുടെ നമ്പർ അല്ലെങ്കിൽ നമുക്ക് റോങ് നമ്പർ തന്നെ കട്ട് ചെയ്യാം. ശരി, അവളാണെങ്കിൽ വിളിച്ചാൽ എന്ത് പറയണം?
നമ്മൾ ഷോറൂമിൻ്റെ പരസ്യം പറയാൻ വിളിക്കുന്നതാണെന്ന് പോലെ വിളിച്ചാൽ മതി. ശരി. അവൻ ഷോപ്പിൻ്റെ ഒഫീഷ്യൽ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കി. അതാകുമ്പോൾ ഒരു സംശയം ഉണ്ടാകില്ലല്ലോ. റിങ് പോകുന്നുണ്ട്. ഹലോ, ആരോ എടുത്തിടാ. സംസാരിക്കൂ. ഹലോ, ആരാ സംസാരിക്കുന്നേ? ഹലോ മാഡം, ഞങ്ങൾ ചെങ്ങന്നൂർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഒഫീഷ്യൽസ് ആണ്. എൻ്റെ പേര് അഭിറാം. ഞങ്ങൾ മിസ് ആരാധ്യയോടാണോ സംസാരിക്കുന്നത്? അല്ല, ആരാധ്യയുടെ അമ്മയാ. ഓ, അമ്മയാ. അപ്പം നിൻ്റെ ഭാവി അമ്മയമ്മ സംസാരിക്കും. പോടാ, നീ സംസാരിക്കടാ. മാഡം, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഷോറൂമിൽ കന്നിമാസത്തിൻ്റെ ഓഫർ നടക്കുന്നുണ്ട്. അത് പറയാനാണ് വിളിച്ചത്. കന്നിമാസത്തിൻ്റെ ഓഫറോ? അതെ, ഞങ്ങളുടെ ഷോറൂമിൽ എല്ലാ മാസവും ഓഫർ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അല്ല, മിസ് ആരാധ്യയുടെ സുഹൃത്ത് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തതിൻ്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളത് എപ്പോഴാണ് കളക്ട് ചെയ്യുന്നത്? എന്ത് ഗിഫ്റ്റ്? ഇതിപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് സിംഗപ്പൂർ, മലേഷ്യ എന്നിവിടങ്ങളിലേക്ക് പോകാനുള്ള കപ്പിൾ ടിക്കറ്റാണ്. ഇനിയിപ്പോൾ അവിടേക്ക് ആര് പോകാനാ? കാശ് തരുമോ? ഇല്ല മാഡം, ഞങ്ങൾക്ക് അതിനുള്ള റൂളില്ല. അപ്പം ഞാൻ പിള്ളേരുടെ അച്ഛനോട് ചോദിച്ചിട്ട് വിളിക്കാം. ഓക്കെ മാഡം. അല്ല, നിങ്ങൾക്ക് വേറെയും കുട്ടികളുണ്ടോ? എനിക്ക് 2 പെൺമക്കളാണ്. ഒരാൾ കോളേജിൽ പഠിക്കുക, ഒരാൾ സ്കൂളിൽ ടീച്ചർ. അപ്പം പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സ്കീമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഷോറൂമിൽ. സ്വർണ്ണവില കുതിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ മാഡത്തിൻ്റെ മക്കളുടെ പേരിൽ 1 വർഷത്തേക്ക് ഒരു അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തു വെച്ചാൽ 1 വർഷം കഴിഞ്ഞാലും മാഡത്തിന് ഇന്നത്തെ വിലയ്ക്ക് സ്വർണ്ണം വാങ്ങാൻ കഴിയും. ആണല്ലേ? അതെ മാഡം, സൗകര്യമുള്ളപ്പോൾ വന്നാൽ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ. അപ്പം ഞാൻ സൗകര്യം പോലെ വരാം. ഓക്കെ മാഡം. അപ്പോൾ വിളിച്ചപ്പോൾ എടുത്തതിന് ഒരുപാട് സന്തോഷം. മാഡത്തിൻ്റെ സപ്പോർട്ട് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. ശരി. ഓക്കെ മാഡം, താങ്ക് യു. സമാധാനമായല്ലോ. കാമികയുടെ നമ്പർ കിട്ടിയില്ലെങ്കിൽ എന്താ, കാമികയുടെ അമ്മയുടെ നമ്പർ കിട്ടിയല്ലോ. അമ്മയുടെ നമ്പർ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? എന്തായാലും അവള് പഠിക്കുക. നമ്പർ ചോദിച്ചപ്പോൾ അമ്മയുടെ നമ്പർ തന്നെ തന്നല്ലോ. ശരി, ഇനി ഞാൻ ഈ നമ്പർ വെച്ച് എന്താ ചെയ്യണ്ടേ? നിൽക്കേ, ഞാൻ ഇപ്പോൾ വരാം. നീ എവിടെ പോവാ? ഇപ്പോൾ വരാടാ, വെയിറ്റ് ചെയ്യ്. എന്താ എടാ, നിന്റെ റൂട്ടിൽ നിന്ന് അവളുടെ റൂട്ടിലേക്ക് രാവിലെ 8:45 ഒരു ബസ്സുണ്ട്. നീ അതിലൊന്ന് കയറി നോക്ക്. നാളെ അതിലവളുണ്ടാവോ? ഉറപ്പില്ല, എന്നാലും നോക്ക്. താങ്ക്സ് മുത്തേ. ഇതിനൊക്കെ ഞാൻ എങ്ങനെയാണ് നിന്നോട് നന്ദി പറഞ്ഞിട്ട് എനിക്കറിയില്ല. നന്ദിയോടെ ആർക്ക് വേണം? ഇതിന് പ്രത്യേകമായിട്ട് നീ എന്തെങ്കിലും ചെയ്താൽ മതി. ചെയ്യടാ, ഞാൻ ചെയ്യാം. ഒരു തവണ ചെയ്താൽ മതി. പിറ്റേ ദിവസം അബി പറഞ്ഞ അതേ ബസ്സിൽ ആദ്യം കയറി അവൾക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്നു. തുടർച്ചയായിട്ട് അവൾക്ക് വേണ്ടി ബസ്സിൽ കയറി അവനിപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും അവൻ ആകാംക്ഷയോടെ നോക്കും. പക്ഷെ അവളവിടെ ഉണ്ടായില്ല. അങ്ങനെ ഒരു 4-5 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ ഒരു ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ അവൻ തേടിയ മുഖം. അവന്റെ ഹൃദയം പടപടാന്ന് പിടിക്കാൻ തുടങ്ങി. ഒടുവിൽ കണ്ടുപിടിച്ചതിൻ്റെ ഒരു സന്തോഷവും. എന്നാൽ അവൻ കൺട്രോൾ ചെയ്തിരുന്നു. കാരണം വളരെ യാദൃച്ഛികമായിട്ടാണ് കണ്ടുമുട്ടിയതെന്ന് ഭാവിക്കാൻ അവൻ അവളെ കാണാത്തതുപോലെ ഇരുന്നു. അവൾ ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് തിരിഞ്ഞതും അവനെ കണ്ടു. ഹലോ, ഹായ്. ടീച്ചർ ബസ്സിലുണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. ഇല്ല, ഞാനിപ്പോൾ കയറിയതേ ഉള്ളൂ. ഇവരെവിടെ താമസിക്കുന്നേ? കഴിഞ്ഞ സ്റ്റോപ്പിലാ, ക്ഷേത്രത്തിനടുത്ത്. ആണല്ലേ. എപ്പോഴും ഈ ബസ്സിൽ എന്താ? അല്ല, എപ്പോഴും ഈ ബസ്സിൽ കേൾക്കുന്നില്ല അല്ലേ? അപ്പം ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞ് ആദ്യം അവളുടെ തൊട്ട് മുന്നേ ഉള്ള സീറ്റിൽ ചെന്നിരുന്നു. ഹായ്. നേരത്തെ എന്താ ചോദിച്ചേ? അല്ല, അവിടെ ഇരുന്നിട്ട് എന്തോ ചോദിച്ചില്ലേ? അത് ടീച്ചർ എപ്പോഴും ഈ സമയത്താണോ പോകുന്നതെന്ന്. അതെ, ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ബസ്. എന്താ ചോദിച്ചേ? വെറുതെ ചോദിച്ചതാ. ഇന്നെന്താ ബസ്സിൽ വണ്ടി വീണ്ടും കേടായോ? അല്ല, കാർ കേടായോന്നോ?
ആ കാർ വർക്ക്ഷോപ്പില്ല. ഓക്കെ. സാധിക അവൾ സ്കൂൾ ബസ്സിൽ പോയി. ഓക്കെ ഓക്കെ. ടീച്ചറിൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിലോ? അച്ഛൻ, അമ്മ, ഞാനും സിസ്റ്ററും. സിസ്റ്റർ ഉണ്ടല്ലേ. സിസ്റ്റർ എന്താ ചെയ്യുന്നത്? സിസ്റ്റർ പഠിക്കുക. എത്രാം ക്ലാസ്സിലാ? കോളേജിലാ, 2nd ഇയർ. ഇത്രയൊക്കെ കാര്യങ്ങൾ അവൻ അവളോട് ചോദിച്ചിട്ടും ഒരു കാര്യം പോലും അവൾ അങ്ങോട്ടും അവനോടൊന്നും ചോദിച്ചില്ല. സംസാരിപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ എന്താ ചോദിക്കുക? അല്ലെങ്കിൽ ഇന്നത്തേക്ക് ഇത് മതിയോ? ടീച്ചർ വൈകുന്നേരം എപ്പോഴാണ് ഇറങ്ങുന്നത്? 4 മണി. എവിടെ നിന്നാണ് ബസ് കയറുന്നത്? അത് സാധികയുടെ അങ്കിൾ അങ്ങ് ഇറങ്ങിയില്ലേ? ഏത് സാധികയുടെ അങ്കിൾ? അല്ല, നിങ്ങൾ തന്നെയാ? ഞാനോ? സാധികയുടെ അങ്കിൾ. ഓക്കെ. അതാണ് ബസ് സ്റ്റോപ്പ്. സ്കൂളിൽ നിന്ന് അവിടേക്ക് നടന്നെത്താനുള്ള ദൂരമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. സാധികയുടെ അങ്കിൾ എപ്പോഴാണ് ഇറങ്ങുന്നത്? ഞാൻ 9 o'clock. ഞങ്ങളെപ്പോഴുള്ള ബാച്ചിലേഴ്സ് ഇറങ്ങുമ്പോൾ 9 മണിയൊക്കെ ആകും. ബട്ട് സാരമില്ല, കല്യാണം കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഇറങ്ങിക്കോളാം. എന്താ? അല്ല, കല്യാണം കഴിഞ്ഞവർക്ക് നേരത്തെ ഇറങ്ങാമെന്ന്. ഓക്കെ ഓക്കെ. ടീച്ചർ എത്ര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു? 1.5 വർഷം. സാധികയുടെ അങ്കിളോ? ഞാൻ 4 വർഷമായി. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാധികയുടെ അങ്കിൾ എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ? എൻ്റെ പേര് അദ്വൈത്. അടുപ്പമുള്ളവർ ആദ്യം എന്നാണ് വിളിക്കുന്നത്. ടീച്ചറും ഇതിലേതെങ്കിലും വിളിച്ചാൽ മതി. സോറി. ഇറ്റ്സ് ഓക്കെ. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലചരിച്ച് സംസാരിക്കുമ്പോൾ പെടലി വേദനെടുക്കുന്നു. ഞാൻ ആ സീറ്റിലോട്ട് വന്നോട്ടെ? അത് കേട്ടതും അവൾ സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എന്താ, ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ലേ? ഇഷ്ടമായില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനിവിടെ തന്നെ ഇരുന്നോളാം. അതല്ല, സ്റ്റോപ്പ് എത്തി. സോറി. അവർ രണ്ടുപേരും ബസ്സിൽ നിന്നിറങ്ങി. അപ്പോൾ ഓക്കെ ടീച്ചർ, നാളെയും ഈ ബസ്സിൽ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? എന്താ? അല്ല, ഞാനിനി കുറച്ച് നാൾ ബസ്സിലായിരിക്കും. അപ്പോൾ ടീച്ചറും കൂടെ ഉണ്ടെങ്കിൽ ഒരു കൂട്ടാവുമല്ലോ. അപ്പോൾ ശരി, ബൈ. നാളെ കാണാം. ഇന്ന് മുഖത്ത് നല്ല 12 വാൾട്ട് ബൾബിന്റെ തെളിച്ചോണ്ടല്ലോ. ഞാൻ കണ്ടുപിടിച്ചടാ. പിടിച്ചോ? പിടിച്ചില്ല, കണ്ടുപിടിച്ചെന്ന്. എന്നിട്ട് എന്തായി? വല്ലതും സംസാരിച്ചോ? ഇല്ലടാ, കക്ഷി അത്ര പെട്ടെന്ന് പിടിതരുന്ന ടൈപ്പല്ല. ഒരുമാതിരി ഇന്റർവ്യൂ ചെയ്യുന്ന പോലെയാ ഞങ്ങളുടെ കോൺവെർസേഷൻ. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും, അവൾ അതിന് ആൻസർ പറയും. അതും ചോദിക്കുന്നതിനുള്ള ഉത്തരം മാത്രം. അവൾ കുറച്ച് ഇൻട്രോവേർട്ടാണെന്ന് തോന്നുന്നു. അതെനിക്ക് അപ്പോഴേ തോന്നിയതാ. ഒരാളെ കണ്ടാൽ തന്നെ അറിയാലോ. പക്ഷെ സാരമില്ല, ഞാൻ മെരുക്കിയെടുക്കും. നീ മെരുക്കിയെടുക്കാൻ മിടുക്കനാണല്ലോ. ഓക്കെയാണോ നീ? ഇറ്റ്സ് എ കോംപ്ലിമെന്റ് മാൻ. മണ്ട വിശ്വസിച്ചു. ഇനി അവൾക്ക് നോക്കാനാണോ പറയുന്നത്? അതിന് അതിയാൻ്റെ കയ്യിലും കാശ് വേണ്ടേ? ഒരു തവണ പൊന്നും പണം ഇട്ട് തന്നെയല്ലേ അവളെ കെട്ടിച്ച്. അതെല്ലാം കളഞ്ഞിട്ടല്ലേ അവളിപ്പോൾ ഇവിടെ തിരികെ വന്നിരുന്നത്. അതിന് ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാണ് വയ്യാത്തത്. പ്രശ്നങ്ങൾ വന്നാൽ നേരിടാൻ അറിയില്ല. ഇപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അതെല്ലാം കയറുകൾ എടുക്കുമല്ലേ. അതല്ല, ഇപ്പൊ പേടി എന്താണെന്നറിയോ? ഇവളെ കണ്ട് ഇനി അവളും ഇനി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വീട്ടിൽ വന്നിരിക്കുമെന്നാ. തിരിച്ചെന്തായാലും പറയാൻ പറ്റും. എങ്കിൽ ചോദിക്കും ചേച്ചി വന്നിരിക്കുന്നതിന് കുഴപ്പമില്ലേ?
ഇടയിട്ട് ഭയങ്കര ആലോചന ആണല്ലോ ചേച്ചി. എന്തു പറ്റി? ഒന്നുമില്ല. ഞാൻ സ്കൂളിലുള്ള ഓരോ കാര്യങ്ങൾ. സ്കൂളിലെന്തു പറ്റി? അല്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ പ്രിൻസിപ്പലിനെ കുറിച്ച്. ഓ, അയാളുടെ ശല്യം ഇവരും തീർന്നില്ലേ? കൂടിയിട്ടേ ഉള്ളൂ. ചുമ്മാ ഡ്രസ്സ്, ചെയിന്, മൂവി ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ തന്നുകൊണ്ടേയിരിക്കും. വേണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇപ്പോഴാണെങ്കിൽ മറ്റ് സ്റ്റാഫ്സൊക്കെ എന്നെ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓ, ഇത്രയൊക്കെ ആയിട്ടും ചേച്ചി ഇതുവരെ പ്രതികരിച്ചില്ലേ? എന്ത് പ്രതികരിക്കാൻ? അമ്മയോട് എന്തെടുക്കുക? ഞാനൊന്നും എടുക്കാൻ വന്നതല്ല, നിങ്ങളുടെ വർത്തമാനം കേട്ടപ്പോൾ നിന്നതാ. അതു എന്താ നിനക്ക് പ്രശ്നം? ആരാ നിന്നെ ശല്യം ചെയ്യുന്നേ? അത് സ്കൂൾ പ്രിൻസിപ്പൽ നിന്നെ എന്ത് ചെയ്യുന്ന? കേട്ടോ എന്നല്ലേ പറഞ്ഞേ, പിന്നെന്താ വീണ്ടും ചോദിക്കുന്നേ? ആവോ, ഇത് മുതിർന്നവരുടെ വിഷയമാണ്, നീ തലയിടരുത്. അതെന്താ? അപ്പൊ ഞാൻ മുതിർന്നില്ലേ? കെട്ടിക്കാൻ മുതിർന്നു എന്ന് അഭിപ്രായം പറയാൻ മുതിർന്നിട്ടില്ല അല്ലേ? ഇത് നിനക്ക് പരിഹരിക്കാൻ പറ്റിയ വിഷയമല്ല. അതോ നീ പറ, അയാൾ നിന്നെ എന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞില്ലേ, വെറുതെ അയാളുടെ ഭാര്യയ്ക്ക് വാങ്ങിയതാണെന്ന് പറഞ്ഞു സാരിയും അതും ഇതൊക്കെ എനിക്ക് കൊണ്ട് തരും. ഞാൻ എത്ര വേണ്ടെന്ന് ഇഗ്നോർ ചെയ്താലും അയാൾ അടങ്ങുന്നില്ല. അയാൾക്ക് ഭാര്യ ഉണ്ടോ? ആ ഉണ്ട്, പക്ഷെ സെപ്പറേറ്റഡ് ആണെന്നാ പറഞ്ഞേ. അയാൾ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണോ പെരുമാറുന്നേ? അല്ലെന്നാ എനിക്ക് തോന്നുന്നേ. ബാക്കിയുള്ളവരാരും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ ഇരിക്കുന്നു? എന്താ സംഗതി ഇപ്പൊ മനസ്സിലായില്ലേ? എന്താ കൂട്ടത്തിൽ ഭർത്താവില്ലാത്തത് ഇവൾക്ക് മാത്രമാണ്. ഭർത്താവില്ലാത്ത സങ്കടം മാറ്റാൻ വന്നതാണ് അയാള്. അതിന് അയാളോട് ആരാ പറയും ചേച്ചി ഭർത്താവില്ല സങ്കടപ്പെടുവാണെന്ന്? ആവോ, ഇതാ ഞാൻ പറഞ്ഞത്, നിനക്ക് ഈ വിഷയം മനസ്സിലാക്കാനുള്ള പക്വത ആയിട്ടില്ലെന്ന്. എന്തായാലും ഞാനൊരു കാര്യം പറയാം. നീയൊക്കെ വീട്ടിലിരുന്ന കാലത്ത് ഒരു പേര് ദോഷം ഉണ്ടാക്കിയിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കണം. വെറുതെ ജോലിക്ക് പോകുന്നു പറഞ്ഞ് ഇല്ലാതെ ചീത്തപ്പേര് ഉണ്ടാക്കരുത്. അതോ നിനക്ക് പറ്റിയില്ലെങ്കിൽ ആ ജോലി വിട്ടേക്ക്, നമുക്ക് വേറെ നോക്കാമല്ലോ. അങ്ങനെ വിട്ടേക്കാനാണോ ചേച്ചി കഷ്ടപ്പെട്ട് അവിടെ ജോലിക്ക് കയറിയത്? അല്ലേ തന്നെ അയാളെ പേടിച്ച് ഓടേണ്ട കാര്യം എന്താ? ചേച്ചി സ്ട്രോങ് ആയിട്ട് നിൽക്കും. കുറെ കടിമൂത്ത ടീംസ് എല്ലായിടത്തും കാണും. അവരെല്ലാം കണ്ട് പേടിച്ചോടാൻ നിന്ന് അതിന് നേരം കാണുള്ളൂ. അതുകൊണ്ട് ചേച്ചി ഇതിനെ കൊണ്ടൊന്നും പേടിക്കേണ്ട. ഫോക്കസ് ഓൺ യുവർ കരിയർ. എന്തോ ആടിട്ട് വെക്കോ. അല്ലേ തന്നെ നിങ്ങളൊന്നും ഇപ്പൊ ഞങ്ങൾ പറയുന്നത് അനുസരിക്കാനല്ലോ, നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാനല്ലേ ഇരിക്കുന്നേ. നീ എന്തായാലും ആയി കഴിയുമ്പോൾ കൈകാലിൽ അടിക്കാതിരുന്നാ മതി. ഈ സാധനം ഇപ്പൊ എവിടെ നിന്നാ കുറ്റം പറിച്ചോണ്ട് വന്നേ? ചുമ്മാ അതിരിക്കാവൂ. അങ്ങനെ ഒന്നും പറയണ്ട. ഈ അമ്മമാരൊക്കെ എല്ലാവരും ഇങ്ങനെ തന്നെയാ. എന്നാലും ഇതൊരു വല്ലാത്തൊരമ്മ. ഹായ് ഹായ്. ഇന്ന് ആദ്യം നേരത്തെ തന്നെ സ്ത്രീകളുടെ സീറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ ഇരുന്നിട്ടാണ് ആദുവിനെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. ഇവിടേക്ക് വാ. അവിടെയോ? കമ്മിയോ? അവൾ നേരെ ചമ്മലോടെ അവന്റെ അടുത്തേക്ക് ചെന്നു. ഇരിക്ക്. ഇവിടെയോ? ഇരിക്ക് ടീച്ചർ. അല്ല, ഞാൻ അപ്പുറത്ത്. ഇരിക്കടോ എന്ന് പറഞ്ഞവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവന്റെ സീറ്റിനടുത്തിരുത്തി. ഞാൻ ടീച്ചറിനെ ഒന്നും ചെയ്യത്തൊന്നുമില്ല, പേടിക്കണ്ട. അങ്ങനെയൊന്നുമില്ല. പിന്നെ രാവിലെ ഫുഡൊക്കെ കഴിച്ചു? എന്താ കഴിച്ചേ? ദോശ. ഞാനും ദോശയാ. ചേച്ചിക്ക് ഏറ്റവും എളുപ്പമുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത്. അതുകൊണ്ട് ഇതായിരിക്കും ഞങ്ങളുടെ വീട്ടിൽ മിക്ക ദിവസവും. ഒരു കവർ ദോശമാവ് ചേച്ചി കാര്യം കൊടുക്കും. പിന്നെ വീട്ടിലെ അമ്മയ്ക്കും അച്ഛനൊക്കെ സുഖമാണോ? അച്ഛനെന്താ ജോലി? മെക്കാനിക്കാ? കാറിൻ്റെ ഒക്കെ? അല്ല, 2 വീലറോ 3 വീലർ? ഓക്കെ. പിന്നെ സിസ്റ്റർ എന്താ പറയുന്നു? കോളേജിൽ പോയോ? ഇല്ല, അവൾക്ക് എക്സാം ആയതുകൊണ്ട് സ്റ്റഡി ലീവാ. സിസ്റ്ററിനോട് എൻ്റെ അന്വേഷണം പറയണം. പറയാം. എന്ത് പറയും? അന്വേഷിച്ചു. ആരന്വേഷിച്ചു? അത് അവൾക്കറിയാം, മനസ്സിലാകും. അപ്പോ എന്നെക്കുറിച്ച് സിസ്റ്ററിനോട് പറഞ്ഞിട്ടുണ്ടല്ലേ? ആരെന്നാ പറഞ്ഞേ? അത് ടീച്ചറിന്റെ സ്റ്റുഡന്റിന്റെ അങ്കിളെന്നാണോ?
ആ അങ്ങനെ തന്നെയാ പറഞ്ഞേ. ഓ, പക്ഷേ ഈ ടീച്ചറിന്റെ സ്റ്റുഡന്റിന്റെ അങ്കിൾ എന്തിനാ എന്നെ കുറിച്ച് അന്വേഷിക്കുന്നതെന്ന് അവൾ ചോദിക്കില്ലേ? ചോദിക്കുമായിരിക്കും. എന്നെ കുറിച്ച് വേറെ എന്തോ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? എന്താ പറഞ്ഞിട്ടുള്ളത്? ഒന്നും വിചാരിക്കരുത്. ഇല്ല, വിചാരിക്കില്ല. എന്താ? ബസ് ഗൈ. ബസ് ഗൈ അതുള്ളല്ലോ. അന്ന് ബസ്സിൽ വെച്ച് പരിചയപ്പെട്ടതുകൊണ്ടാണോ ആ പേര്? അപ്പോ അന്ന് തന്നെ എന്നെ കുറിച്ച് സിസ്റ്ററിനോട് പറഞ്ഞു അല്ലേ? വൈ? അത് പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ പറഞ്ഞതാ. എല്ലാ കാര്യങ്ങളും സിസ്റ്ററിനോടാണോ ഷെയർ ചെയ്യാറ്? ഞാനും അങ്ങനെ തന്നെയാ, എൻ്റെ കാര്യങ്ങളൊക്കെ സിസ്റ്ററിനോട് പറയാറ്. പക്ഷേ എനിക്ക് അതിനേക്കാൾ കംഫർട്ടബിൾ ആയിട്ടുള്ളത് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ്. ഓ, അതെന്തുകൊണ്ടാണ് ചോദിക്കാതെ? എന്താ അതെന്താ? ഓ, ചോദിപ്പിക്കേണ്ട അവസ്ഥ അല്ലേ? സോറി. ടീച്ചർ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? എങ്ങനെ? അല്ല, സംസാരിക്കാൻ ഇതുപോലെ പിശുക്കുള്ളതുപോലെ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എനിക്ക് നിങ്ങളത്ര പരിചയമില്ലല്ലോ. എന്നാ? അല്ല, നിങ്ങളത്ര പരിചയമില്ലല്ലോ എന്ന്. നിങ്ങളോ? എന്താ? ഓ ഗോഡ്, ഇതിനേക്കാൾ ഭേദം ആ സാധികയുടെ അങ്കിൾ എന്നുള്ള വിളിയായിരുന്നു. ഐം സോറി. പേരെന്താന്നാ പറഞ്ഞേ? അദ്വൈത്. ആദി എന്ന് വിളിക്കും. ഓക്കെ. നിങ്ങളെന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്കെന്തോ നല്ല പ്രായമുള്ളതുപോലെ തോന്നുക. സോറി വൺസ് അഗൈൻ. എത്ര ഏജ് ഉണ്ട്? ഏജോ? എനിക്കോ? അതെ. 26. ആരാന്ന് കുറച്ച് കൂടുതലായി. 26 പറഞ്ഞാലോ? അത് കുറച്ച് പറയുന്നത് കുട്ടി പറയാം. 27. ഓ, 98 ആണോ? 90. അതെ, 98. എന്താ ചോദിച്ചേ? അല്ല, ഞാനും 98. അപ്പൊ ടീച്ചറിനും 27 ആണോ? അതെ. ഗോഡ്, അപ്പൊ 6 മാസത്തിന് മൂത്തതാണോ? അപ്പോ നമുക്ക് രണ്ടാക്കും സെയിം ഏജ് അല്ലേ? 6 മാസം ഇളയെന്നുള്ള കാര്യം മിണ്ടണ്ട. അപ്പൊ പിന്നെ പേര് വിളിച്ചാലും കുഴപ്പമുണ്ടാകില്ലല്ലോ? ഇല്ല, അതല്ലേ ഞാൻ പറഞ്ഞേ. പിന്നെ അദ്വൈത് എന്ന് വിളിച്ച് ബുദ്ധിമുട്ടണ്ട, ആദ്യം എന്ന് വിളിച്ചാൽ മതി. എനിക്കും അതാ ഇഷ്ടം. ഓക്കെ പറഞ്ഞു. ഇനി ആ വായിന്ന് ആദ്യം വിളി കേൾക്കാൻ എത്ര നാൾ കാത്തിരിക്കണോ എന്നവൻ മനസ്സിൽ ആത്മകഥം പറയുമ്പോഴും അവൻ്റെ കണ്ണുകൾ അവൾ അടിമുടി ഒഴുകുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണ്, മൂക്ക്, ചുണ്ട്, കഴുത്ത്, കൈകൾ എന്നവൻ്റെ കണ്ണുകൾക്ക് ഓടിയെത്താൻ കഴിയുന്നിടത്തൊക്കെ അവൻ നോട്ടം അറിഞ്ഞു. ഇതൊക്കെ അവൾ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവളെ അലോസരപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതവൾക്കറിയില്ല. कह सके तुम जो ना कह सके हम, जो ना कह सके तुम, जो ना कह सके हम, कहने लगी दोनों से वो खामोशियां, ओ साथिया, कहने लगी दोनों से वो खामोशियां, ओ साथिया, 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 साथिया.
അപ്പം ശരി, നാളെ കാണാം. നാളെ വരുമ്പോൾ കുറച്ച് കൂടുതൽ വാക്കുകളൊന്ന് പ്രിപ്പയർഡ് ആക്കി വെക്കണേ. എന്തിനാ? അല്ല, എങ്കിലല്ലേ നാളെ സംസാരിക്കുമ്പോൾ കുറച്ചധികം സംസാരിക്കുള്ളൂ. നോക്കാം. ഓ, നോക്കാന്ന് പറഞ്ഞല്ലോ, അതന്നെ വലിയ കാര്യം. അപ്പോൾ ബൈ. ബൈ. സീ യു ടുമോറോ. യാ, ഓക്കെ. നാളെ കാണാം. ആ, ഞാൻ കാത്തിരിക്കും. दो दिलों में जज्ब कर ले सारे जज्बे गहरे गहरे, कल क्या पता मिले ना मिले नजदीकियां हो साथिया, कल क्या पता मिले ना मिले नजदीकियां हो साथिया, साथिया 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 साथिया।